ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വഴുതനങ്ങ വെച്ച് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തീയൽ റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഈ രീതിയിൽ കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ആദ്യം ഇതിലേക്കുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ട് ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 3 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങയെല്ലാം ഒരു ബ്രൗൺ കളറായി വരുന്നവർ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയെല്ലാം ചേർക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. പൊടികളെല്ലാം നന്നായി തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയ ശേഷം ചെറു ജാറിലിട്ടൊന്ന് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു ചെറിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. 6 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതിയാവും. ഇപ്പോൾ എല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ചേർത്ത് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിനുള്ളിൽ വെച്ചിട്ട് ഇത് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും വഴുതനങ്ങയെല്ലാം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചതാണ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിൽ എപ്പോഴും പുളി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറവ് പുളി ചേർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കറിയിൽ പുളി കൂടിപ്പോവും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ച് വെച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ട് അരച്ചിരുന്നത്. ഇനി ഇതെല്ലാം കൂടെ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേ മിക്സിയുടെ ജാറിൽ തന്നെ അല്പം കൂടെ വെള്ളം ചേർത്തിട്ട് ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കറിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിതൊരു സെമി ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 മിനിറ്റ്സ് കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് ഈ അരപ്പെല്ലാം വഴുതനങ്ങയിൽ നന്നായി പിടിച്ചു വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു 3 മിനിറ്റ്സായി തുറന്ന് നോക്കുമ്പോഴേക്കും കറിയെല്ലാം കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. കറി താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 5 ചുവന്നുള്ളി ചോപ്പ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി എല്ലാം കളറൊന്ന് മാറി വരുന്നുണ്ട്. ഈ സമയം 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആയി വരണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീയലിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വഴുതനങ്ങ വെച്ചിട്ട് ഈ രീതിയിൽ തീയൽ മുൻപ് റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.